ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നാടൻ ബീഫ് കറി പ്രഷർ കുക്കറിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഉള്ളിയൊന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ബീഫ് കറിയാണ്. അപ്പോൾ നമുക്കത് ചെയ്തു തുടങ്ങാമേ. ഞാനിവിടെ ഒരു 1/2 കിലോ അളവിൽ ബീഫ് വൃത്തിയായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നല്ല എരിവുള്ള ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് വലിപ്പം വരുന്ന ഇഞ്ചി ചെറുതായി നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു 7 അല്ലി വെളുത്തുള്ളി നുറുക്കിയതും ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 10 ചെറിയുള്ളി 2ആയിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ചെറിയ സവോള ചെറുതായിട്ട് മുറിച്ചതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇറച്ചി സോഫ്റ്റ് ആവാനും വേഗം വെന്ത് കിട്ടാനുമായിട്ടാണ് നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷമാണ് ഇത് തിരുമ്മി യോജിപ്പിക്കുന്നത്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി തിരുമ്മി യോജിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പം ബീഫിലോട്ട് ഈ മസാലകളൊക്കെയും നന്നായിട്ട് പിടിക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്തും കൂടെ കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി നാടൻ ബീഫ് കറി റെസിപ്പിയാണിത്. 1 മിനിറ്റോളം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തിരുമ്മി ഞെരടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റിന് ശേഷം കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്നിത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു കുക്കർ ഞാൻ ചൂടാവാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് ഒരു ചെറിയ കറുവപ്പട്ട, 2 ഏലക്ക, 4-5 ഗ്രാമ്പു ഇത്രയും നമുക്കൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മളിട്ട മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരുമ്മി മാറ്റി വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ബീഫിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് 1/2 കപ്പ് അളവിൽ ചെറു ചൂട് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത്
ഒരു 6 മുതൽ 8 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓരോരുത്തർക്കും ലഭിക്കുന്ന ബീഫിൻ്റെ മൂപ്പനുസരിച്ച് ആണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ബീഫ് ഒരു 6 മുതൽ 8 വരെ വിസിൽ വേണം ഞാൻ മേടിച്ചിരിക്കുന്ന ഈ ബീഫ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാം. കുക്കറിൻ്റെ അടപ്പടച്ചു. ഇതിൽ ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വിസിലും ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ബാക്കി 7 വിസിലുകൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. എട്ട് വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ കുക്കറെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രേവിയോട് കൂടിയ നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. എണ്ണ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുക്, ഒരു 5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, കുറച്ച് കറിവേപ്പില എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് താളിച്ചൊഴിക്കാം. ചൂടാക്കിയ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഈ ചുവന്നുള്ളിയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുരുമുളക് മൂത്ത മണം വരുമ്പോഴത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ ലേശം ഉപ്പിൻ്റെ ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചു. ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാവുന്ന നാടൻ രുചിയിലുള്ള ഒരു ബീഫ് കറിയാണ് ഞാൻ തയ്യാറാക്കിയത്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മല്ലിപ്പൊടിയോ തക്കാളിയോ ഒന്നും നമ്മൾ ഈ റെസിപ്പിയിൽ ചേർക്കുന്നില്ല. തികച്ചും നാടൻ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ബീഫ് കറി വളരെ രുചികരമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.